നീ സാരി സരി സനി സാരി സനി സരി രി സനി സരി സനി പനി പനി സരി സനി പ നി സരി മരി സനി സരി മപ മരി സാ ടട ടട ടരി രി ടക 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 ട. ഈ സരിമപ്പ മരിസ ഇത്രയും മനോഹരാക്കാന്ന് തെളിയിച്ചു തന്നിരിക്കുന്ന ആളാണ് ജോൺ ചേട്ടൻ അല്ലേ? അതെ അതെ. ഈ വോയിസ് ഉണ്ടല്ലോ അങ്കിള് ഭയങ്കര ഇഷ്ടം. അതിന് എന്തോ ഒരു മാജിക് ഉണ്ട്, അതിന്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു മാജിക് ഉണ്ട്. അതിങ്ങനെ പാടുമ്പോഴത്തേക്കും ചില നോട്ട്സ് ഒക്കെ പാടുമ്പോഴത്തേക്കും നമ്മൾ അറിയാത്ത എന്തോ ഇമോഷൻസ് ഒക്കെ നമ്മളെ വന്ന് ടച്ച് ചെയ്യുന്ന പോലെ തോന്നും. ആ രീതിയിലാണ് മക്കള് പാടുന്നത്. പക്ഷെ ഈ ചില നോട്ട്സ് നമ്മൾ പാടുമ്പോഴത്തേക്കും അതിന് ശ്രദ്ധ കുറച്ചും കൂടെ കൊടുക്കേണ്ടി വരും. ആ ശ്രദ്ധ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റും. ഇപ്പോ നാഴിപ്പൂ അത് പാടിക്കേ. പുന്നെല്ലും അത് പാടുമ്പോ ഒരു പുതിയ ഒരു പുന്നെല്ല് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതെ അതെ അതെ. പിന്നെ അടുത്തത് ചോഴിക്കും മക്കൾക്കും തായോ. ആ തായോയില് ഭയങ്കര ബ്യൂട്ടി ഉണ്ട്. അടുത്തത് നാവൂറ് പാടണ കന്നി മൺകുടവും വീണയുമായി. ആയി എന്ന് പാടിയല് അല്ലേ? അതെ. അതില് മോളുടെ സിഗ്നേച്ചർ ഉണ്ട്. അതാണ് ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇത് കേട്ടോണ്ടിരിക്കുന്നവരെല്ലാവരും കേൾക്കാനാണ്. ആ മോളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ട് അതൊക്കെ പാടുമ്പോഴത്തേക്കും. അത് വേറെ ആരെയും പോലെ അല്ല, അത് ഒറിജിനൽ ആണ്. ഒറിജിനൽ. അത് സവാഷാണ്. സവാഷ് യുണീക്ക്. അതെ, യുണീക്കാണ്. ഭദ്ര ഭദ്രയാണ്. ഭദ്രയെ പോലെ ഭദ്ര മാത്രമേ ഉള്ളൂ. പാടുന്ന ഭദ്രയെ അറിയാമോ? സൂപ്പറായിട്ട് പാടും. പാട്ട് പാടുന്ന ഭദ്രയുണ്ട്. പക്ഷെ ഇത് സുഭദ്രയാണ്. സുഭദ്ര ഭദ്രമായി പാടി. ആദ്യത്തെ പെർഫോമൻസ് അല്ലേ? അല്ലേ? ഫോക്ക് സോങ് മാത്രമല്ല, ഇങ്ങനത്തെ പാട്ടുകളും സുഭദ്രയ്ക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. വളരെ നന്നായിട്ട് പാടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ശ്രുതി പ്രശ്നം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ പാട്ട് അസലായിട്ട് പാടി. ഉഗ്രനായിരുന്നു. അപ്പൊ ഈ സംഗീത രംഗത്ത് സുഭദ്രയുടേതായിട്ടുള്ള ഒരു സ്ഥാനം കിടക്കുന്നുണ്ട്. ഒരു വലിയ സ്ഥാനം അതുണ്ടാവും. അച്ഛന് സന്തോഷായില്ലേ? സന്തോഷായി സാർ. അല്ലേ? ഓക്കെ ഓക്കെ. എന്ത് തോന്നുന്നു? പറഞ്ഞില്ലല്ലോ, വിശദമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊരു നമ്മൾക്ക് വലിയ ആൾക്കാർക്ക് തന്നെ ഒരു മായികലോട്ട് തോന്നണത്. അപ്പൊ അവൾക്ക് അതിനേക്കാളും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഞങ്ങൾക്കും ആ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനി നല്ല നല്ല പാട്ടുകളായിട്ട് വരൂ, ഞങ്ങൾ എല്ലാരെയും സന്തോഷിപ്പിക്കൂ. പറയണ്ടോ സുഭദ്ര കുട്ടിക്ക്? എന്താ കുറച്ചേരായിട്ട് വെമ്പൽ കൊള്ളേ ടോപ്പ് സിംഗറിലെ സെലക്ഷൻ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പിറ്റേസം വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് എല്ലാരും എനിക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇവർക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് അടുക്കളയിൽ കയറി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതെങ്ങനെ പഠിച്ചു? അതെ, യൂട്യൂബിലെ റെസിപ്പി നോക്കി. ഏത് പുഡിംഗാണ്? എഗ് പുഡിംഗ്. ഞാൻ അത് റെഡിയാക്കാൻ വേണ്ടിട്ട് പാത്രം എടുക്കാനായിട്ട് ചെന്നു. പാത്രം എടുത്തപ്പോ അവിടെ നല്ല ചൂട് കഞ്ഞിക്കലം വെച്ചിട്ടുണ്ടായി. തൊട്ട് കൈപൊള്ളി, നല്ല അടിപൊളിയായിട്ട് പൊള്ളി. ഞാനത് പോട്ടേന്ന് വിചാരിച്ചിട്ട് പാല് കത്തിക്കണമല്ലോ, അപ്പൊ സ്റ്റൗ കത്തിക്കാനായിട്ട് ലൈറ്റർ എടുത്ത് കത്തിച്ചതും തീ പൊന്തി കൈ പിന്നെയും പൊള്ളി. രണ്ടാമതും പൊള്ളി. അത് കഴിഞ്ഞ് പാല് ചൂടാക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണമല്ലോ. ഇളക്കിയപ്പം പൊള്ളി. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചസാര മെൽറ്റ് ചെയ്യണല്ലോ, കാരമൽ ചെയ്യണല്ലോ. അപ്പൊ ഞാൻ പഞ്ചസാര കാരമൽ ചെയ്തോണ്ടിരുന്നപ്പം ആ ടൈമിൽ എന്റെ ബ്രെയിൻ എവിടെ പോയെന്ന് ഞാൻ ആലോചിക്കണേണ്. എന്താണെന്നറിയോ? ഞാൻ ആ ചൂടുള്ള പഞ്ചസാര ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തൊട്ട് നോക്കിയേക്കണ്. പൊള്ളി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തിട്ട് യൂട്യൂബിന്റെ റെസിപ്പിന്റെ വീഡിയോ എല്ലാം തീർന്നു. പക്ഷെ എന്റെ കുക്കിംഗ് തുടരണേണ്. അത് ഇതുവരെയൊക്കെ തീർന്നിട്ട് കൂടി ഇല്ല. അതെ, ഞാൻ പിന്നെ ഏറ്റവും അവസാനം ഇപ്പം ഞാൻ വിഷമിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണേണ്. അപ്പം അച്ഛൻ അടുക്കളയിലായിട്ട് കയറുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് ഈ കാര്യം എല്ലാം പറഞ്ഞപ്പോ അച്ഛൻ അവിടെ ഇരുന്ന് ചിരിക്കണ്. അപ്പൊ എനിക്കും വിഷം പോയി. ഞാൻ വലിയ കാര്യത്തിൽ പുഡിംഗ് ഉണ്ടാക്കാൻ പോയതാണല്ലോ. പിറ്റേ അവസാനം ഫ്ലോപ്പ് ആയല്ലോ. അവസാനം ഇപ്പം ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു.
അത്രയും സാധനവും വേസ്റ്റ് ചെയ്ത് നമ്മൾ ഐസ്ക്രീമിൽ അതെ അപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ പ്രോജക്ട് അബോട്ടഡ്. അതെ 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 9001 56 8000 8001 20.